ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണം വേണോ എന്ന്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അല്ലേ. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുന്നത് വളരെ പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നത് അല്ലേ. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വുഡ് യു ലൈക്ക്, നിങ്ങൾക്ക് വേണോ എന്നുള്ളതാണ് വുഡ് യു ലൈക്ക്. ഇച്ചിരി ഒരു കപ്പ് കാപ്പി വേണോ അല്ലെങ്കിൽ ഒരു കപ്പ് ചായ വേണോ? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ, വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ. ഇപ്പോൾ കടിഞ്ചായ ആണെങ്കിലോ, കടിഞ്ചായക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ബ്ലാക്ക് ടീ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ശ്രദ്ധിക്കാം. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്, കുടിക്കാൻ എന്തെങ്കിലും വേണോ? അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി ചോദിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്നൊന്ന് പറഞ്ഞു നോക്കാം. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? ഓക്കെ, വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? ഒരു ഗ്ലാസ് പാല് വേണോ എന്ന് എങ്ങനെ ചോദിക്കാം? വുഡ് യു ലൈക്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്? എന്താണ്? വുഡ് യു ലൈക്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്? കുറച്ച് ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ? വുഡ് യു ലൈക്ക് സം ഓറഞ്ച് ജ്യൂസ് പ്ലീസ്? വുഡ് യു ലൈക്ക് സം ഓറഞ്ച് ജ്യൂസ്? ഇച്ചിരി കടുങ്കാപ്പി കുടിച്ചാലോ? വുഡ് യു ലൈക്ക് സം ബ്ലാക്ക് കോഫി? വുഡ് യു ലൈക്ക് സം ബ്ലാക്ക് കോഫി? നമ്മൾ കടിൻ കാപ്പിയാണ് ബ്ലാക്ക് കോഫി അല്ലേ. ഇപ്പോൾ കടിൻ ചായക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? നമ്മൾ കണ്ടില്ലേ, ബ്ലാക്ക് ടീ എന്നാണ് പറയുന്നത്. എന്താണ്? ബ്ലാക്ക് ടീ. അപ്പോൾ വേണം എന്നെങ്ങനെ പറയാൻ പറ്റും? യെസ് പ്ലീസ് എന്ന് പറയാൻ മതി. വേണ്ടെന്നാണെങ്കിലോ നോ താങ്ക്സ്. അതെന്തുകൊണ്ടാണ് താങ്ക്സ് പറയുന്നത്? നമ്മളെപ്പോഴും വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അല്ലേ. നമ്മുടെ ഭാഷ പൊളൈറ്റ് അല്ലെന്നല്ല അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വേണ്ട, നന്ദി എന്ന് പറയാം അല്ലേ. നമുക്കൊന്നുകൂടെ ചോദിക്കാം. വുഡ് യു ലൈക്ക് സം ബ്ലാക്ക് കോഫി? വുഡ് യു ലൈക്ക് സം ബ്ലാക്ക് കോഫി? നോ താങ്ക്സ്. യെസ് പ്ലീസ്. കുറച്ച് ചിപ്സ് എടുക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് ചിപ്സ് കഴിക്കുന്നു. വുഡ് യു ലൈക്ക് സം ചിപ്സ്? വുഡ് യു ലൈക്ക് സം ചിപ്സ്? നമുക്ക് കുറച്ച് നട്ട്സ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ആമൻസ് ഉണ്ട്, അല്ലെങ്കിൽ പീനട്ട്സ് ഉണ്ട്, ഇങ്ങനത്തെ പലതരം നട്ട്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് ഇച്ചിരി എടുക്കട്ടെ. വുഡ് യു ലൈക്ക് സം നട്ട്സ്? കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചാലോ? വുഡ് യു ലൈക്ക് സം ബിസ്ക്കറ്റ്സ്? ഒരു ബർഗർ കഴിച്ചാലോ? വുഡ് യു ലൈക്ക് എ ബർഗർ? അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ആൻ ഓറഞ്ച്? ഒരു ഓറഞ്ച് കഴിച്ചാലോ? നമുക്ക് ഉത്തരമായിട്ട് എങ്ങനെ പറയാം? യെസ് പ്ലീസ്, അല്ലെങ്കിൽ നോ താങ്ക്സ്. ഒന്നും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അല്ലേ. വുഡ് യു ലൈക്ക് സം ചിപ്സ്? വുഡ് യു ലൈക്ക് സം നട്ട്സ്? വുഡ് യു ലൈക്ക് സം ബിസ്ക്കറ്റ്സ്? വുഡ് യു ലൈക്ക് എ ബർഗർ? വുഡ് യു ലൈക്ക് ആൻ ഓറഞ്ച്? യെസ് പ്ലീസ്, നോ താങ്ക്സ്. എന്തെങ്കിലും ഇച്ചിരി കുടിച്ചാലോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? അല്ലെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒരു ബോട്ടിൽ കുടിച്ചാലോ? വുഡ് യു ലൈക്ക് എ ബോട്ടിൽ ഓഫ് ഓറഞ്ച് ജ്യൂസ്? വുഡ് യു ലൈക്ക് എ ബോട്ടിൽ ഓഫ് ഓറഞ്ച് ജ്യൂസ്? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു ഗ്ലാസ് പാൽ കുടിച്ചാലോ? വുഡ് യു ലൈക്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക്? അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിച്ചാലോ? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി? ഇനിയിപ്പോൾ നിനക്ക് കഴിക്കാൻ എന്നാ വേണം എന്നാണ് ചോദിക്കാം. വാട്ട് വുഡ് യു ലൈക്ക്? വാട്ട് വുഡ് യു ലൈക്ക്? നമ്മളിപ്പോൾ ഹോട്ടലിലാണ് ചെന്നെന്ന് കൂട്ടിക്കോ. അപ്പോൾ നമുക്ക് ചോദിക്കാം, നമ്മുടെ സുഹൃത്തിന് വഴിക്കുക, വാട്ട് വുഡ് യു ലൈക്ക്? അപ്പോഴാണ് എനിക്കൊരു പ്ലേറ്റ് മട്ടൻ ബിരിയാണി മതി. അതെങ്ങനെ പറയാം? ഐ വോണ്ട് സം മട്ടൻ ബിരിയാണി എന്നോ, അല്ലെങ്കിൽ ഐ വോണ്ട് എ പ്ലേറ്റ് ഓഫ് മട്ടൻ ബിരിയാണി എന്ന് പറയുമോ? സാധാരണ ഇച്ചിരി പൊളൈറ്റാണ്. അപ്പം അങ്ങനെ എ പ്ലേറ്റ് ഓഫ് മട്ടൻ ബിരിയാണി വുഡ് ബി നൈസ്. അത് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ. അല്ലെങ്കിൽ എ ഗ്ലാസ് ഓഫ് ലൈം ജ്യൂസ് വുഡ് ബി നൈസ്. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമാണ് അല്ലേ, അതിന് ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ പോരെ. സത്യത്തിൽ ലൈം വാട്ടർ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് വെള്ളമാണ് അല്ലേ. അപ്പോൾ നാരങ്ങ വെള്ളത്തിന് ഇംഗ്ലീഷ് എന്താണ് പറയുന്നത്? ലൈം ജ്യൂസ് എന്നാണ് പറയുന്നത്. നമുക്ക് ചോദിക്കാം അല്ലേ, നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കാം, വാട്ട് വുഡ് യു ലൈക്ക്? എ പ്ലേറ്റ് ഓഫ് മട്ടൻ ബിരിയാണി വുഡ് ബി നൈസ്. എ ഗ്ലാസ് ഓഫ് ലൈം ജ്യൂസ് വുഡ് ബി നൈസ്. എ ഗ്ലാസ് ഓഫ് ലൈം ജ്യൂസ് വുഡ് ബി നൈസ്. എ പ്ലേറ്റ് ഓഫ് മട്ടൻ ബിരിയാണി വുഡ് ബി നൈസ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? ഇനി നമുക്ക് ഇങ്ങനെ വേണം ചോദിക്കാം, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് എന്ന് ചോദിച്ചാലും മതി. അവിടെ ഹാവ് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡാണ്, നമുക്കറിയാം കഴിക്കുക എന്നുള്ളത് അർത്ഥമല്ലേ ഹാവ് എന്നുള്ളത്. നിനക്ക് എന്നാ വേണം എന്ന് നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ കഴിക്കാൻ വേണമെന്നാണല്ലോ അല്ലേ. അതുകൊണ്ട് വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചാലും ഒരു കുഴപ്പമില്ല. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? വാട്ട് വുഡ് യു ലൈക്ക്? നമുക്കൊരാളോട് എങ്ങനെയാണ്, നിൻ്റെ ജോലി എന്താണ് എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നമുക്കൊന്നുകൂടി ചോദിക്കാം അല്ലേ. വാട്ട് ഡു യു ഡു? ഐ എം എ മെക്കാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു മെക്കാനിക്കാണ്.
ഐ എം എ നഴ്സ്, ഞാനൊരു നഴ്സാണ്. ഐ എം എ ഡയറ്റീഷ്യൻ, ഐ എം എ ടാക്സി ഡ്രൈവർ, ഐ എം എ ടീച്ചർ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പറയും ഐ എം എ ടീച്ചർ. നമുക്കൊന്നുകൂടി ചോദിക്കാം അല്ലേ, വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? ഐ എം എ മെക്കാനിക്, ഐ എം എ ടാക്സി ഡ്രൈവർ, ഐ എം എ ടീച്ചർ. വാട്ട് ഡു യു ഡു എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ. ഇനിയിപ്പോൾ നിൻ്റെ അച്ഛൻ എന്താണ് പണി, അച്ഛൻ്റെ ജോലി എന്താണ് എന്നാണ് ചോദിക്കും. വാട്ട് ഡസ് യുവർ ഫാദർ ഡു? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമുക്കറിയാം യുവർ ഫാദർ എന്നുള്ളത് സിംഗുലറാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഡസ് ചേർത്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ തൊട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. ഓക്കെ, നമുക്കൊന്നുകൂടി ചോദിക്കാം, വാട്ട് ഡസ് യുവർ ഫാദർ ഡു? അപ്പോൾ മനോജിന് എന്താണ് പണി എന്നിങ്ങനെ ചോദിക്കും. മനോജും ഒരാളല്ലേ ഉള്ളൂ. ഇപ്പോഴെങ്ങനെ ചോദിക്കാം, വാട്ട് ഡസ് മനോജ് ഡു? വാട്ട് ഡസ് യുവർ ഫാദർ ഡു? വാട്ട് ഡസ് മനോജ് ഡു? നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് പറയാം, നമ്മൾ കേട്ടില്ല. നമ്മളെങ്ങനെ ചോദിക്കാം, ഐ എം സോറി, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സോറി എന്ന് പറഞ്ഞാലും മതി. ആരാളും ഇങ്ങനെ നമ്മൾ ചോദിക്കാണ് വാട്ട് ഡു യു ഡു എന്ന് നമ്മളോട് ചോദിച്ചു, നമുക്ക് മനസ്സിലായില്ല. സോറി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ പറയാം അല്ലേ, ഐ എം സോറി, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? അപ്പോൾ വീണ്ടും നമ്മളോട് ചോദിക്കണം വാട്ട് ഡു യു ഡു? ഓ, ഞാൻ കൊല്ലപ്പണി ചെയ്യുന്ന ആളാണ്. അപ്പോഴും നമുക്ക് ആലയും കൊല്ലപ്പണികൾ ചെയ്യുന്ന ഒരാളാണ്. ഐ എം എ ബ്ലാക്ക് സ്മിത്ത്. എന്താണ്? ഐ എം എ ബ്ലാക്ക് സ്മിത്ത്. അപ്പോൾ സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരാളാണെന്ന് എങ്ങനെ പറയും? ഐ എം എ ഗോൾഡ് സ്മിത്ത്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും കുടിക്കാൻ വല്ലതും വേണോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? നമുക്കിതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. വാട്ട് ഡു യു ഡു? കേട്ടില്ല. സോറി അല്ല, നമുക്ക് ചോദിക്കാം പാർഡൻ, ഐ എം സോറി, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? വാട്ട് ഡു യു ഡു? ഐ എം എ ബ്ലാക്ക് സ്മിത്ത്. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? ഇനി നമ്മൾ കടയിലൊക്കെ കയറിയിട്ട് ഇതിന് എത്ര രൂപയാണ് എന്നങ്ങനെ നമ്മൾ വില ചോദിക്കുന്നുള്ളൂ. നമ്മൾ മുമ്പൊരു ചാപ്റ്റർ പഠിച്ചതാണ്, എങ്കിലും നമുക്കൊന്നുകൂടെ നോക്കാം അല്ലേ. ഹൗ മച്ച് ഈസ് ദിസ് പെൻ? ഈ പേനയ്ക്ക് എത്ര രൂപയാണ്? ഹൗ മച്ച് ഈസ് ദിസ് പെൻ? ഹൗ മച്ച് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം, ഈ പേഴ്സിന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ വാലറ്റിന് എത്ര രൂപയാണ്? പേഴ്സ് തന്നെയാണ് വാലറ്റ്. ഹൗ മച്ച് ഈസ് ദിസ് പേഴ്സ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് ദാറ്റ് പേഴ്സ്? ഇതിനെത്രയാണ് അല്ലെങ്കിൽ അതിനെത്രയാണ്? ഹൗ മച്ച് ഈസ് ദാറ്റ് പേഴ്സ്? ഹൗ മച്ച് ഈസ് ദാറ്റ് ബുക്ക്? ആ ബുക്കിന് എത്ര രൂപയാണ്? ഹൗ മച്ച് ഈസ് ദാറ്റ് ബുക്ക്? നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹൗ മച്ച് ഈസ് ദിസ് പെൻ? ഹൗ മച്ച് ഈസ് ദാറ്റ് പേഴ്സ്? ഹൗ മച്ച് ഈസ് ദിസ് വാലറ്റ്? ഹൗ മച്ച് ഈസ് ദാറ്റ് ബുക്ക്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമുക്കെങ്ങനെ ചോദിക്കാം, വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? അപ്പം ഞാൻ പറയാണ്, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഐ എം ഫ്രം കാഞ്ഞിരപ്പള്ളി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സ്ഥലം, ഐ എം ഫ്രം നിങ്ങളുടെ പ്ലേസ്. അല്ലെങ്കിൽ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. വി ആർ ഫ്രം കാഞ്ഞിരപ്പള്ളി. വി ആർ ഫ്രം കാഞ്ഞിരപ്പള്ളി. വേർ ഇസ് ഷീ ഫ്രം? അവൾ എവിടെ നിന്നാണ് വരുന്നത്? ഷീ ഈസ് ഫ്രം കാഞ്ഞിരപ്പള്ളി. അവൻ എവിടെ നിന്നാണ് വരുന്നത്? വേർ ഈസ് ഹീ ഫ്രം? ഹീ ഈസ് ഫ്രം പാല. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ലേ. വേർ ആർ യു ഫ്രം? ഐ എം ഫ്രം കാഞ്ഞിരപ്പള്ളി. നിങ്ങൾ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? എത്ര നാളായി എന്ന് നമ്മൾ ചോദിക്കുന്നത് ഹൗ ലോങ് ഹാവ് യു ബീൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഞാനിവിടെ 3 ദിവസമായിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 3 days. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 3 days. ഞങ്ങൾ 1 മാസമായിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? വി ഹാവ് ബീൻ ഹിയർ ഫോർ എ മന്ത്. വി ഹാവ് ബീൻ ഹിയർ ഫോർ എ മന്ത്. നമുക്കൊന്നുകൂടി ചോദിക്കാം, എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്ന് ചോദിക്കാം. ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 3 days. വി ഹാവ് ബീൻ ഹിയർ ഫോർ എ മന്ത്. നീ യു എയിൽ എത്ര നാളായിട്ടുണ്ട്? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ യു എ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ യു എ? 3 വർഷമായിട്ട് ഞാൻ യു എയിലുണ്ട്. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 3 years. അല്ലെങ്കിൽ ഇന്ന നാൾ തൊട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് എങ്ങനെ പറയും? സിൻസ് ലാസ്റ്റ് ഇയർ. ഓക്കെ, സിൻസ് എസ്റ്റർഡേ, ഇന്നലെ മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ. സിൻസ് ലാസ്റ്റ് ഇയർ.
ഇപ്പോൾ ഫോർ എന്നുള്ളത് നമ്മൾ എത്ര കാലഘട്ടം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ 3 days എന്ന് പറഞ്ഞാൽ 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഫോർ 1 year 1 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ന് തൊട്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ കടയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നതില്ലേ സിൻസ് 1953 1953 മുതൽ അല്ലേ, അതാണ് സിൻസ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം മുതൽ. നമ്മൾ സുഹൃത്തൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ അവനോട് നീ എങ്ങനെ അവിടെ എത്തിയത് എന്ന്, ഞാൻ കാറിലാണോ നടന്നാലാണോ അതോ പ്ലെയിനിലാണോ ഇങ്ങനെ ചോദിക്കുന്നത്, അങ്ങനെയല്ലേ. ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ, ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ. അപ്പോൾ നമുക്ക് പറയാം പ്ലെയിനിലാണ് വന്നത്, ബൈ പ്ലെയിൻ, അല്ലെങ്കിൽ ട്രെയിനാണ് ബൈ ട്രെയിൻ, ബൈ കാർ. നമുക്കൊന്നുകൂടി ചോദിക്കാം അല്ലേ, ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്താണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.